ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2362. ഇന്ന് ജൂൺ മാസം 19-ാം തീയതി. ഈ ആണ്ടിലെ 170-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് നാഷണൽ റീഡിംഗ് ഡേ ആണ്, ദേശീയ വായനാ ദിനം. വായനാ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകനായ ശ്രീ PN പണിക്കർ സാറിനെ ആദരവോടെ ഓർക്കുന്ന ദിനം കൂടിയാണ്. ഈ നല്ല ദിനം മുതൽ നമുക്ക് ആയുസിന്റെ നാളുകൾ എത്രയുണ്ടെന്നറിയില്ല, അത്രയും വരെ, അല്ലെങ്കിൽ വായിക്കാൻ ആവാവുന്നത്രയും നാളുകളും നിമിഷവും വരെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ തേടിപ്പിടിച്ച് വായിക്കാനായിട്ട് ഒരു തീരുമാനം കൈക്കൊണ്ടാലും അത്ര എളുപ്പമൊന്നുമല്ല. പലതും പല കാലത്ത് നമ്മൾ തുടങ്ങുന്നുണ്ട്. എല്ലാം നമ്മളുടെ താല്പര്യവും സമർപ്പണവും പ്രയത്നവും കൊണ്ട് നമ്മുടെ കൈപ്പിടി ഒതുങ്ങുന്നുമുണ്ട്. അതുപോലെയൊക്കെ തന്നെയല്ലേ വായനയെ നമ്മളിങ്ങനെ വായനാശീലം എന്നൊക്കെയാണ് നീട്ടിപ്പറയുക. ഇത്രയും കാലം ഇല്ലെങ്കിലും ഒന്ന് തുടങ്ങി നോക്കിയാലോ. അതുകൊണ്ട് തന്നെ ഈ നല്ല പുലരി മുതൽ, പ്രത്യേകിച്ച് ഈ ദിനം, ഔദ്യോഗിക ചുമതലയുടെ ഭാഗമെന്ന നിലയിൽ അല്ലാതെ നമുക്ക് ഈ സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റുമൊക്കെ ആയിട്ട് ബോധപൂർവം ഒരു അകലമുണ്ടാക്കിയാലോ. പറഞ്ഞു കഴിഞ്ഞു, ഔദ്യോഗിക ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് പലർക്കും അത് മാറ്റിവെക്കാനായിട്ട് ഈ പകലും സാധിച്ചെന്ന് വരില്ല. അല്ലാത്തവർക്ക് ബോധപൂർവം പറ്റും. മാറ്റിവെക്കാൻ പറ്റാത്തവര് അവരുടെ ജോലി സമയം കഴിഞ്ഞ് ഇതൊന്ന് പരിഗണിക്കാവുന്നതാണ്. എന്നിട്ടോ ഒന്ന് വേറിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമൊന്നും ആവുന്നില്ല. ചിലത് പുതിയതൊന്ന് ആരംഭിക്കണ്ടേ. യേശു ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിരുന്നു. എത്ര പ്രകാശമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അവിടുത്തേത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടുകൂടിയാണെന്ന് നമ്മൾ അതിനെ കാര്യമായി ആഘോഷിക്കുന്നുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ ആരംഭ സമയത്ത് പറയുന്നത് സാത്താനോടുമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിച്ചതും ജീവിക്കേണ്ടതും ദൈവവചനം കൊണ്ടാണ്. ദൈവവചനം വേദത്തിലെ വചനങ്ങളാണ്. ഒപ്പം ഭൂമിയിൽ എന്തുമാത്രം നല്ല പുസ്തകങ്ങളുണ്ട്. അവയിലേക്കും കൂടി നമ്മളുടെ ശ്രദ്ധ, താല്പര്യം, നോട്ടം എന്നെത്തിയിരുന്നെങ്കിൽ അതിലെ വചനങ്ങളിലും നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ലേ? അതെ, മനുഷ്യനിനി വചനം കൊണ്ടും വാക്കുകൾ കൊണ്ടുമൊക്കെ ഒന്ന് ജീവിക്കാൻ പഠിക്കണ്ടേ? തീർച്ചയായും